ഹൗസ് ഓഫ് ദ ഡ്രാഗന്റെ ലാസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടായ ഒരു ഡൗട്ടാണ്, സത്യത്തിൽ സൺഫയർ മരിച്ചു പോയോ ഇല്ലയോ എന്നുള്ളത്. നമുക്കതിനെ പറ്റിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. അപ്പോൾ ആദ്യം പറയാം, ഇതിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അതിന് താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഇവിടെ വെച്ചിട്ട് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഗെയിം ഓഫ് ത്രോണിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ആകെ കാണാൻ സാധിക്കുന്നത് മൂന്നേ മൂന്ന് ഡ്രാഗനെയാണ്. എന്നാൽ ഈ ഒരു ഷോയിലേക്ക് വരികയാണെങ്കിൽ ഓരോ ഡ്രാഗൺസിനും അവരുടേതായ റൈഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനും ഓരോരോ ഡ്രാഗൺ തമ്മിലുണ്ട്. ഇവർ തമ്മിൽ ഒരു വലിയൊരു ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ആളാണ് ഡേമണും അദ്ദേഹത്തിന്റെ ഡ്രാഗൺ ആയിട്ടുള്ള കറാക്സസും. ഇവർ തമ്മിലൊരു ബോണ്ട് നമുക്ക് ഈ ഷോയിൽ പല സമയത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഡേമൺ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് ആ ഡ്രാഗന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നമുക്ക് ഷീപ്പ് സീലറിന്റെ കാര്യം എടുത്ത് നോക്കൂ. ഇതിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയൊരു ലോസ്റ്റ് ഇപ്പം എങ്ങനെ ഉണ്ടായത്, ആ ഒരു ഷീപ്പ് സീലർ എന്ന് പറഞ്ഞ ഡ്രാഗന് അതിന്റെ റൈഡറിന് കറക്റ്റായിട്ട് അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഡേമണും അദ്ദേഹത്തിന്റെ ഡ്രാഗനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതേപോലെ മറ്റാൾക്കാരും അവരുടെ ഡ്രാഗനും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്, അവരൊരു ബോണ്ട് ഉണ്ട്. അതെങ്ങനെയാണ് ഇവർക്ക് വന്നത്? ഇവർ കാണാത്ത പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ആ ഡ്രാഗനോട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.